ഓം ജയ് സായിറാം. നമഃശിവായ. 17ാമത്തെ അധ്യായമാണ് ബ്രഹ്മജ്ഞാനം. 2ാം ഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. ലോകത്തിൽ 2 വഴിയാണുള്ളത്, ശ്രേയസ്സും പ്രേയസ്സും. പ്രേയസിന്റെ പുറകെ പോകുമ്പോൾ കുറേയേറെ വിഷയാനന്ദം അനുഭവിക്കാം. പക്ഷേ അവർ എന്നെങ്കിലും നിലം പതിക്കുമെന്ന് ഉറപ്പാണ്. ശ്രേയസിന്റെ വഴിയാകട്ടെ ഈശ്വരനെ നേടിത്തരുന്നു. കാഞ്ചനത്തോടും കാമനയോടും ആഗ്രഹമുള്ള കാലം വരെ ഈശ്വരജ്ഞാനം കിട്ടുകയില്ല. ശ്രേയസ്സും പ്രേയസ്സും കൂട്ടിക്കലർത്തുന്നത് പാലും വെള്ളവും ചേരുന്നത് പോലെയാണ്. ഒരിക്കൽ അത് ചേർന്നാൽ വേർതിരിക്കുക ബഹുകഠിനം. പാലും വെള്ളം കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ വേർതിരിക്കുക എളുപ്പമല്ലല്ലോ. വെള്ളവും പാലും വേർതിരിച്ചെടുക്കാൻ കഴിവുള്ള അരയനത്തിന് പാൽ മാത്രം സ്വീകരിച്ച് വെള്ളം ഉപേക്ഷിക്കാനാവും. അരയനത്തിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. പാല് കൊടുത്തു കഴിഞ്ഞാൽ പാല് മാത്രം കുടിക്കും, അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ ബാക്കിയിരിക്കുന്ന പറയാം. ആ അരയനത്തിന് എന്ന പോലെ ഈശ്വരാധീനമുള്ളവർ പ്രേയസിനെ തള്ളി ശ്രേയസിനെ സ്വീകരിക്കുന്നു. ശ്രേയസിനെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. കാരണം മനുഷ്യജന്മം സമ്മാനിച്ചിരിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണെന്ന് അറിയുക. അപ്പം നമ്മളിപ്പോഴും ശ്രേയസിന്റെ ഭാഗത്തിൽ കൂടെ സഞ്ചരിക്കുക, ശ്രേയസിനെ തിരഞ്ഞെടുക്കുക. ശ്രേയസ് എന്ന് പറയുന്നത് ആത്മജ്ഞാനം നേടണമെങ്കിൽ വിഷയസുഖങ്ങളിൽ നിന്നും പിന്തിരിയണം. വിഷയസുഖങ്ങളുടെ നിസ്സാരത തിരിച്ചറിയുകയാണ് അതിനുള്ള എളുപ്പവഴി. വിഷയസുഖങ്ങൾ സ്വപ്നത്തിലെ സ്വർണമഴ പോലെയാണ്. നിങ്ങൾക്ക് സ്വപ്നത്തിൽ തന്നെ വളരെ കഷ്ടപ്പെട്ട് ആ സ്വർണം ധാരാളം ശേഖരിക്കാം, ഉപയോഗിക്കാം. പക്ഷേ ഉണർന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസക്തി എന്നേക്കുമായി നഷ്ടപ്പെടും. ഇത്രയേ ഉള്ളൂ ഇവിടെ നാം അനുഭവിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങളുടെ കാര്യവും. ഈ സ്വപ്നത്തിൽ സ്വർണം എടുത്ത് ഉപയോഗിക്കുന്ന പോലെയാണെന്ന് നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങളും കാര്യങ്ങളൊക്കെ. അതിനാൽ ശ്രുതിയും ശ്രുതിയും വിലക്കിയിട്ടുള്ളവയിൽ നിന്നും അറിവുള്ളവൻ അകന്നു നിൽക്കണം. അസ്വസ്ഥമായ ഹൃദയം, ഇന്ദ്രിയങ്ങളുടെ ചാബല്യങ്ങളിൽ പ്രക്ഷുബ്ധമാകുന്ന മനസ്സ്, ഈ അവസ്ഥയുള്ള ഒരുവന് ഒരിക്കലും പൂർണ്ണജ്ഞാനം നേടാനാകില്ല. നമ്മൾ കുറേ ആത്മീയതയൊക്കെ പറയുമൊക്കെ ചെയ്യും, പക്ഷെ മനസ്സിങ്ങനെ പ്രക്ഷുബ്ധമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ചാബല്യങ്ങളും ഇന്ദ്രിയ സുഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ജ്ഞാനം നേടാനാവില്ല എന്നർത്ഥം. സംതൃപ്തനും ഉറച്ച ഭക്തിയുള്ളവനും മാത്രമേ ആത്മജ്ഞാനലാഭം ഉണ്ടാകൂ. ഈ ഭൗതിക ശരീരത്തെ വേണ്ടുവിധം നിയന്ത്രിക്കണമെങ്കിൽ നാം അതിൻ്റെ നല്ല സാരഥിയാകണം. എങ്കിലേ ശാശ്വതമായ ദിവ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയും. ഗ്രന്ഥങ്ങൾ ഏറെ പഠിച്ചതുകൊണ്ടോ വാക്ചാതുര്യം ഉള്ളതുകൊണ്ടോ അത് നേടാൻ കഴിയില്ല. എന്ത്? ആത്മജ്ഞാനം. സഞ്ചരിക്കുന്ന രഥമായി ശരീരത്തെ മനസ്സിലാക്കുക. ശരീരമാകുന്ന ഈ രഥത്തിൻ്റെ സാരഥി നിന്റെ ബുദ്ധിയായിരിക്കണം. രഥത്തിൻ്റെ ഉടമയായി നീ വാഴുക. ഇന്ദ്രിയങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കുതിരകൾ. മനസ്സാണ് കുതിരയെ ബന്ധിപ്പിക്കുന്ന കടിഞ്ഞാൺ. കുതിരകളെ അവയ്ക്ക് ഇഷ്ടമുള്ള വിധം പോകാൻ അനുവദിക്കരുത്. അതായത് ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് പോകാൻ അനുവദിക്കരുതെന്ന് പറയാം. അവ പലയിടത്തേക്കും കുതിക്കും. മനസ്സാകുന്ന കടിഞ്ഞാണിൽ ബുദ്ധി കൊണ്ട് അവയെ നിയന്ത്രിക്കണം. സാരഥി മിടുക്കനാണെങ്കിൽ, അതായത് ബുദ്ധി നല്ല ബുദ്ധിയാണെങ്കിൽ, കുതിരകൾ വേണ്ട വഴിയിലൂടെ മാത്രമേ പായൂ. പക്ഷേ സാരഥി, അതായത് ബുദ്ധി, കടിഞ്ഞാണിൻ്റെ, അതായത് മനസ്സിൻ്റെ നിയന്ത്രണത്തിലായാൽ എല്ലാം താറുമാറാകും. പിന്നെ കുതിരയുടെ വഴിക്ക് പോകുന്ന അർത്ഥം. ആരുടെ ബുദ്ധിക്കാണോ മനസ്സാകുന്ന കടിഞ്ഞാൺ നിയന്ത്രിക്കാൻ കഴിയുന്നത്, ആത്മചിന്തയോടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്, അവന് മാത്രമേ മുക്തി ലഭിക്കൂ എന്ന് പറയണം. തർക്കത്തിനും ചർച്ചയ്ക്കും ഇവിടെ സ്ഥാനമില്ല. പ്രതിബന്ധങ്ങൾ ഈശ്വരകൃപയാലെ ഒഴിഞ്ഞുപോകൂ. സരളവും തർക്കരഹിതവുമായ
വിശ്വാസമേ നമ്മെ തുണയ്ക്കാനുണ്ടാകൂ. ഈ ശരീരം വളരെ വിലയേറിയതാണ്. ഉച്ചനിഴൽ പോലെ പെട്ടെന്ന് ഇല്ലാതാകും. അതിനാൽ ധനത്തിനും വിഷയസുഖങ്ങൾക്കും പുറകെ പായാതെ മായയെ അകറ്റൂ. മായയാണ് നമ്മളെ മുഴുവൻ വട്ടത്തിലാക്കുന്ന കാര്യം. മായയിലേക്ക് നമ്മൾ പോയി പെട്ടുകഴിഞ്ഞാൽ, ആഗ്രഹം എന്ന് പറയുന്നതാണ് മായ. ആ ആഗ്രഹത്തിലേക്ക് നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഈ ആത്മജ്ഞാനത്തിലേക്കുള്ള പാത അടഞ്ഞു പോകും. അപ്പം അതില്ലാണ്ടിരിക്കാനായിട്ട് അതിനായി ഈശ്വരപാദങ്ങളിൽ സമ്പൂർണം ശരണാഗതി അടയും. സദ്ഗുരുവാണ് സംസാര സാഗരത്തിലെ ഏറ്റവും നല്ല തോണി. അതിൽ കയറിപ്പറ്റിയാൽ ധാരാളമായി. അവർ കരുണാസ്വരൂപങ്ങളാണ്. അവൾ പരിക്കുകളൊന്നുമില്ലാതെ നമ്മെ അക്കരയിലെത്തിക്കും. അതായത് മോക്ഷത്തിലേക്കുള്ള വഴിയിലേക്ക് നമ്മളെ എത്തിക്കുന്നു പറയാണ്. ഇതിനായി മനഃശുദ്ധി നേടുക. അതിനുള്ള വഴി ആചാര്യന്മാർ ഉപദേശിച്ച കർമ്മങ്ങൾ ചെയ്യുക മാത്രമാണ്. അങ്ങനെ അവർ നിർദ്ദേശിച്ച കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചിത്തശുദ്ധി ഉണ്ടാകും. പരിശുദ്ധമായ ചിത്തം പെട്ടെന്ന് ജ്ഞാനാവസ്ഥയെ സ്വയം പ്രാപിക്കും. അതുവരെ ശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം. അതായത് മതാചാരപ്രകാരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറയാണ്. സാക്ഷാത്കാരം ലഭിച്ചയാൾ, അതായത് ജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ എന്നർത്ഥം, അഹങ്കാര രഹിതനായിരിക്കും. സാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം ഉണ്ടാവില്ല. അദ്ദേഹത്തെ പുണ്യപാപങ്ങളോ ശുഭാശുഭങ്ങളോ ബന്ധിക്കില്ല. ശുഭങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അശുഭങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പാപവും പുണ്യവും ഇതൊന്നും ജ്ഞാനം ലഭിച്ച ആളെ, സാക്ഷാത്കാരം ലഭിച്ച ആൾക്ക് ഇതൊന്നും ബാധിക്കില്ല എന്ന് പറയുകയാണ്. അദ്ദേഹം എല്ലായിടത്തും തന്നെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ജ്ഞാനിക്ക് ശത്രുവോ മിത്രമോ ഇല്ല. ഈ ഉന്നതമായ അവസ്ഥയിലെത്തുമ്പോൾ അതിനായി സഹിച്ച ക്ലേശങ്ങൾ നിസ്സാരമായി തോന്നും. ക്ഷണികങ്ങളായ ലൗകിക സുഖഭോഗങ്ങൾ ഉപേക്ഷിച്ചതിൽ അപ്പോൾ ദുഃഖം തോന്നുകയില്ല. അതിഭയങ്കരങ്ങളായ ലൗകിക സുഖങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും തിരമാല പോലെ ഉയർന്നു വന്നാലും ഉത്കൃഷ്ടനായ ആ ആത്മാവ് ധീരതയോടെ നേരിടും. ഈ സാക്ഷാത്കാരം ലഭിച്ചു കഴിഞ്ഞാൽ, ആത്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തിനേയും നേരിടാനുള്ള ഒരു ശക്തി ഉണ്ടാവും എന്ന് പറയാണ്. തെല്ലും ചഞ്ചലപ്പെടുകയില്ല. ഈശ്വരകൃപ ആരിലാണോ ചൊരിയപ്പെടുന്നത്, ആരോടാണോ ഈശ്വരൻ സന്തുഷ്ടനാകുന്നത്, അവനെ വിവേചന ബുദ്ധിയാൽ സമ്പന്നനാക്കി ശക്തനാക്കി അവിടുന്ന് സംസാര സാഗരം കടത്തിവിടും. ഗുരുകൃപ നേടിയാൽ ഇതെല്ലാം സുസാധ്യം. മായ പാമ്പിനെ പോൽ ചുറ്റി വരിഞ്ഞു മുറുക്കുമ്പോൾ ഗുരുകൃപയില്ലാതെ ആർക്കാണ് അവളിൽ നിന്നും രക്ഷപ്പെടാനാവുക? ഞാൻ 5 രൂപയ്ക്കായി പലയിടത്തും ആളെ വിട്ടപ്പോൾ നിന്റെ കീശയിൽ അതിൻ്റെ 50 ഇരട്ടി പണം ഉണ്ടായിരുന്നു. ഈ ധനികനോട് പറയണം ഭഗവാൻ. സായീശ്വരന്റെ വചനങ്ങൾ കേട്ട് ധനികൻ കീശയിൽ നിന്നും പണമെടുത്ത് എണ്ണി നോക്കി. അവിടുന്ന് അരുളിയത് സത്യമായിരുന്നു. ഭഗവാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് പറയണം. ധനികൻ അമ്പരന്ന് പോയി. ലജ്ജയാലും വിഷമത്താലും അയാൾ ഉടനെ തൃപ്പാദത്തിൽ ശിരസ്സണച്ചു. ഭഗവാന്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചു. കരുണാനിധിയായ ബാബ തുടർന്നു. ധനത്തോടുള്ള നിന്റെ ആർത്തി ഒടുങ്ങണം. അല്ലാത്ത കാലം വരെ നിനക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാകില്ല. ഈ ധനത്തോടുള്ള ആർത്തി ഒടുങ്ങാത്ത കാലത്തോളം നിനക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാകില്ല എന്ന് പറയാണ്. പക്ഷേ ധനതൃഷ്ണയെ കീഴടക്കുക ക്ലേശകരം തന്നെ. ധനമോഹം, ധനതൃഷ്ണ ഇരുണ്ട അഗാധമായ കയമാണ്. ആ കയത്തിൽ ലോഭത്തിൻ്റെ ചുഴിയുണ്ട്. അഹങ്കാരത്തിൻ്റെയും പകയുടെയും മുതലകൾ അതിൽ പതിയിരിക്കുന്നു. ദുഃഖദുരിതങ്ങൾ നിറഞ്ഞതാണവിടം. മോഹമകന്നവനു മാത്രമേ ആ കയത്തിൽ അപകടമേൽക്കാതെ നിൽക്കാനാവൂ. അതുകൊണ്ട് നീ ആഗ്രഹങ്ങളെ ജയിക്കണം.
ആഗ്രഹവും ബ്രഹ്മജ്ഞാനവും വിരുദ്ധങ്ങളാണ്. അവ ഒരിക്കലും ഒരുമിച്ചിരിക്കില്ല. ആഗ്രഹങ്ങൾ നിറഞ്ഞവന് ബ്രഹ്മത്തെ എങ്ങനെ ധ്യാനിക്കാനാകും? അവനെങ്ങനെ നിസ്സംഗതയും മുക്തിയും ലഭിക്കും? ആഗ്രഹങ്ങൾ മുറ്റി നിൽക്കുന്നവന്റെ സാധനകളും നിഷ്ഫലം. എത്ര പണ്ഡിതനായാലും ആഗ്രഹങ്ങൾ ഒടുങ്ങാത്തവനാണെങ്കിൽ അവന് ആത്മജ്ഞാനം വിദൂരത്തിൽ തന്നെയായിരിക്കും. സദാ പാപകർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നവന് ഒരിക്കലും മനഃശാന്തി ലഭിക്കില്ല. ആത്മസാക്ഷാത്കാരത്തിനുള്ള അവന്റെ ശ്രമങ്ങളെല്ലാം പാഴിലാവും. ഗുരുപദേശം പോലും അവന് ഗുണകരമാവില്ല. ഈ ആഗ്രഹങ്ങളെ നമ്മൾ കൊണ്ടു കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങളാണ്. ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതായത് ആത്മജ്ഞാനം നേടാനായിട്ട് സാധിക്കില്ല എന്ന് പറയാണ്. നാം ആവശ്യപ്പെടുന്ന എന്തും ഗുരു നമുക്ക് നൽകിയെന്ന് വരില്ല. അത് സ്വീകരിക്കാനുള്ള നമ്മളുടെ അർഹത അവിടുന്ന് പരിശോധിക്കും. അതിനുശേഷം നമുക്ക് അർഹതയുള്ളത് തീർച്ചയായും നൽകുകയും ചെയ്യും. അവനവന് ദഹിക്കുന്നത് മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ദഹനക്കേടിന് ഇടയാകും. എൻ്റെ ഖജനാവ് പരിപൂർണമാണ്. ഭഗവാൻ പറയണം, ആര് വന്നാലും എന്ത് ചോദിച്ചാലും ഞാൻ നൽകാം. പക്ഷേ അതിനു മുമ്പേ അതിനുള്ള അവൻ്റെ ശേഷി ഞാൻ നോക്കും. ഒരുവന് താങ്ങാവുന്നതേ ഞാൻ നൽകും. ഒരാൾക്ക് താങ്ങാവുന്നത് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ എന്ന് ഭഗവാൻ പറയാണ്. ഞാൻ പറഞ്ഞതിലൊക്കെ ശ്രദ്ധയൂന്നിയാൽ നിനക്ക് ശ്രേയസ്കരമായി ഭവിക്കും. ഈ പവിത്രമായ മസ്ജിദിലിരുന്ന് ഞാൻ പൊളി പറയാറില്ല. ധനികൻ മൗനമായി എല്ലാം കേട്ടിരുന്നു. ഭഗവാൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇയാളാകെ സ്തബ്ധനായിട്ട് ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സായീശ്വരന്റെ ഈ അമൃതവചന പ്രവാഹത്തിൽ താഴ്ന്നു മുങ്ങുകയാണെങ്കിൽ നമുക്കും ലാഭകരം. നമ്മിലെ എല്ലാ കളങ്കങ്ങളും അതുമൂലം കഴുകി മാറ്റപ്പെടും. സായിനാഥന്റെ മഹിമ വിവരിക്കാനാവില്ല. ശുദ്ധപ്രേമം കൊണ്ട് മാത്രമേ അവിടത്തെ നമുക്ക് പാട്ടിലാക്കാനാവൂ. ഭഗവാന്റെ അടുത്ത് പ്രേമുണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ എന്ന് പറയണം. എല്ലാവർക്കും സ്വന്തം അമ്മയാണ് അവിടുന്ന്. ദുഃഖിതരും നിരാശരും പീഡിതരുമായ മക്കൾക്ക് സായിമാത താങ്ങും തണലുമേകുന്ന കൽപ്പവൃക്ഷമാണ്. സർവവും ഉപേക്ഷിച്ച് വിജനതയിൽ ധ്യാനിക്കുന്ന മുനിമാരുണ്ട്. അവർ സ്വമുക്തി മാത്രം നേടുന്നു. സായീശ്വരൻ അത്തരക്കാരനല്ല. അവിടത്തേക്ക് ബന്ധുക്കളോ മിത്രങ്ങളോ ഭാര്യയോ മക്കളോ ഗൃഹമോ ഒന്നുമില്ല. ഈ ലോകത്തിനു വേണ്ടി അവിടുന്ന് മസ്ജിദിൽ നിലകൊണ്ടു. 4 or 5 ഗൃഹങ്ങളിൽ നിന്നും ഭിക്ഷാടനം സ്വീകരിച്ച് വേപ്പും വൃക്ഷച്ചുവട്ടിൽ ദിവസം മുഴുവനും കഴിച്ചുകൂട്ടി. ഭഗവാൻ ദിവസം ചെയ്യുന്ന കാര്യങ്ങളെ പറയാണ്. 4-5 വീടുകളിൽ പോയിട്ട് ഭിക്ഷ യാചിക്കും. പിന്നെ വേറെ എവിടെയും പോയില്ല. ആ വേപ്പ് മരച്ചുവട്ടിൻ്റെ അവിടെ ഒരു വേപ്പുണ്ട്, കക്കണ വേപ്പാണ്, മരമാണ്. പക്ഷേ അതിൻ്റെ ഇല നല്ല മധുരമാണ്. അത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. അതിൻ്റെ താഴ്ത്തു വന്നിരിക്കും ഭഗവാൻ. കഴിച്ചുകൂട്ടി ലോകമംഗളത്തിനായി അവിടുന്ന് യത്നിച്ചു. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ആപ്തവാക്യത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ നിലകൊണ്ടത് എന്നർത്ഥം. നമ്മെ സന്മാർഗത്തിലേക്ക് നയിച്ചു. ഭക്തന്മാരെ മുഴുവൻ സന്മാർഗത്തിലേക്ക് നയിക്കാനായിട്ട് അദ്ദേഹം അവിടെ നിലകൊണ്ടു എന്ന് പറയണം. മഹാപ്രഭുവായ സായീശ്വരന് ജന്മമേകിയ രാജ്യം അനുഗ്രഹീതം, അതായത് ഷിർഡി. അവിടുന്ന് ജനിച്ച ഗൃഹം അനുഗ്രഹീതം. അവിടുത്തെ പവിത്രാത്മാക്കളായ മാതാപിതാക്കൾ അനുഗ്രഹീതർ. വിഭുവിന് ഇടം കൊടുത്ത ആ ഗർഭപാത്രം ധന്യധന്യം. ഏറെ നാൾ ആ അമൂല്യ രത്നത്തിന്റെ മഹത്വം ഷിർദിയിൽ ആരും അറിഞ്ഞില്ല. ഭഗവാൻ അവിടെ വന്നതിന് ശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് പിന്നെ ഭഗവാൻ ലോകം മുഴുവൻ അറിഞ്ഞു തുടങ്ങിയത് എന്നർത്ഥം. ചെറുപ്പത്തിൽ വന്നപ്പോൾ ആർക്കും മനസ്സിലായിണ്ടായിരുന്നില്ല. മനസ്സ് മെല്ലെ മെല്ലെ വിഷയ വസ്തുക്കളിൽ നിന്നും പിൻവലിക്കും. ആത്മാവിൽ അതിനെ ഉറപ്പിക്കൂ. അതിനായി സായികൃപ നേടിയെടുക്കൂ. അവിടുത്തെ ജീവിതചരിതം ഭക്തിയോടെ വായിക്കൂ. നമ്മൾ ഈ വായിക്കുന്നതാണ് ഈ സച്ചരിതം എന്ന് പറയണത്. സായിയെ ധ്യാനിക്കൂ. സായിയുടെ അമൃതകഥകൾ പാപത്തെ ഹരിക്കുന്നതാണ്. മരണത്തെ തന്നെ നേരിടാനുള്ള കരുത്തേകും സായി ലീലകൾ. നമുക്കറിയാലോ, എൻ്റെ തന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ
എന്താ പറയുക, നമ്മൾ എത്രയോ വർഷങ്ങളായി ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കണം. പെട്ടെന്നൊരു വയറുവേദന വന്നാണ്, എൻ്റെ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ഉണ്ടായില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അറ്റാക്ക് നടക്കണമെന്നുള്ളത് അറിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് 4 അറ്റാക്ക് കഴിഞ്ഞിരിക്കണു എനിക്ക്. 6 ബ്ലോക്കും ഉണ്ട്. പക്ഷേ ഇതൊന്നും എന്നെ ബാധിച്ചിരുന്നില്ല. ഹാർട്ട് ബീറ്റ് അതുപോലെ തന്നെ 30 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതൊന്നും എൻ്റെ ശാരീരികമായിട്ടുള്ള എന്താ പറയുക ചലനങ്ങളെ ബാധിച്ചിരുന്നില്ല. ഞാൻ സാധാരണ തന്നെ പോലെ ഇരുന്നു. പക്ഷെ ഭഗവാന്റെ ആ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. സജ്ജനങ്ങളെ, ഈ പുണ്യഗ്രന്ഥം കുറച്ചെങ്കിലും നിത്യവും വായിക്കൂ, മനനം ചെയ്യൂ. അങ്ങനെ നിങ്ങളുടെ സമസ്ത ക്ലേശങ്ങൾക്കും പരിഹാരമുണ്ടാവും. ഈ സച്ചരിതം ഒരു തുടർച്ചയായിട്ട് വായിക്കണമെന്നല്ല, കുറച്ചെങ്കിലും വായിക്കാൻ പറയാണ്. അപ്പം നിങ്ങളുടെ എല്ലാ സമസ്ത ക്ലേശങ്ങൾക്കും പരിഹാരം ഉണ്ടാവും, നിങ്ങളുടെ ദുരിതം മുഴുവൻ മാറിക്കിട്ടെന്ന് പറയാണ്. ഈ വിസ്മയാവഹമായ ദിവ്യചരിതം കേൾക്കുന്നവന്റെയും പറയുന്നതിൻ്റെയും ദുരിതങ്ങളെ ഇല്ലാതാക്കും. സംസാര സാഗരത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള നൗകയാണ് ഈ അമൃതകഥകൾ. കൂട്ടിലടച്ച തത്തയെപ്പോൾ നാം ഈ ശരീരത്തിൽ അടക്കപ്പെട്ടിരിക്കുകയാണ്. നാം ശുദ്ധമായ പരമ്പോൾ തന്നെയാണെന്നറിയൂ. പ്രലോഭനങ്ങളിൽ വഞ്ചിതരാകരുതേ. ഞാനെന്നും നീയെന്നും ചിന്തിച്ച് മോഹിതനാകരുത്. നാം ആത്മസ്വരൂപമാണെന്ന് അറിയുക. അതറിയാനായി സ്വപ്രയത്നം തന്നെ വേണം. വേറൊരാൾ പറഞ്ഞോണ്ടൊന്നും കാര്യമില്ല, നമ്മൾ തന്നെ എല്ലാത്തിനും പ്രയത്നിക്കണം. സ്വന്തം ധനമെല്ലാം കയ്യിലിരിക്കെ ഒരു കുബേരൻ പിച്ചു തണ്ടുന്നതിന് തുല്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. സച്ചിദാനന്ദ സ്വരൂപമായ നാം വലയുന്നു, കേഴുന്നു. എന്തൊരു കഷ്ടമാണെന്ന് പറയാണ്. ഭൗതിക ജീവിതം നിരർത്ഥമെന്നറിയൂ. ആത്മീയ കാര്യങ്ങളിൽ മുഴുകൂ. ആത്മീയോന്നതയ്ക്കായി ശ്രീ ഗുരുതൃപാദങ്ങളിൽ അഭയം തേടും. ഈ അധ്യായം വായിക്കുന്തോറും നമുക്ക് ആനന്ദം അനുഭവിക്കാനാവും. ഇത് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിരുത്തി വായിച്ചാൽ, അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കി മനനം ചെയ്ത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സർവ്വ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് അകലാൻ പറ്റും. നമുക്ക് ആത്മജ്ഞാനം നേടാനുള്ള ഒരേ ഒരു മാർഗം ഈ ഗുരു പറയുന്ന, അതായത് ഭഗവാൻ ജീവിച്ചു കാണിച്ച ഈ സച്ചരിതം വായിക്കലിലൂടെ മാത്രമാണ്. ഇങ്ങനെയാണ് ഈ 17-ാം അധ്യായം സമാപിക്കുന്നത്. ഓം ജയ് സായിരാം. നമഃ ശിവായ.